അമ്മേ ഞാൻ പോവാ, ഞാൻ ഒരുപാട് താമസിച്ചു. ഫുഡൊന്നും വേണ്ട എനിക്കാട്ടോ. ഈ ധൃതി വെച്ചുള്ള പോക്ക് കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഇന്റർവ്യൂവിന് പോവായിരിക്കുമെന്ന്. എന്നാലല്ല, വീട്ടിലെ എന്തെങ്കിലും ആവശ്യത്തിനാണോ? തീരെയുമല്ല. അഖില്, ഷിയാസ്, അനിയൻകുഞ്ഞ്, എന്റെ മോനൊഴിച്ച് ഈ 3 പേരും ഗൾഫിലാണ്. ഈ 3 കുടുംബത്തിന്റെയും ഭാരം ആരുടെ തോളിലാണെന്നറിയാമോ? വേണ്ട നോക്ക്. എടാ ഞാൻ എറണാകുളത്ത് 9 മണിയാകുമ്പോ എത്തണം. നിങ്ങളുടെ അച്ഛനെ 10 മണിക്ക് കാണിച്ചാ പോരെ? ഓക്കെ. അതെ, അതെന്റെ മോന്റെ തോളിലാ. എടാ അനിയൻ കുഞ്ഞിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഒരു 5 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തും. വീട്ടിലെത്തി കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ അച്ഛനെ കൊണ്ടുപോകും. ഉറപ്പാ? എടാ ഞാൻ TV ഈ ഇടയ്ക്കാടാ ശരിയാക്കി കൊടുത്തേ. പണ്ടാരോ അത് വീണ്ടും കേടായോ? ഞാൻ ചെല്ല. ഹലോ. എടാ നീ എവിടാ? വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. എടാ തേങ്ങ ആട്ടാനുണ്ട്, ഒന്ന് വീട്ടിലോട്ട് ചെല്ലാവോ? എടാ വീട്ടിൽ പറയടാ, വല്ല കവർ വിളിച്ചിട്ട് മേടിക്കാന്. നീ ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞേക്കാടാ. വേണ്ട, ഞാൻ മേടിച്ചോണ്ട് തരാം. അങ്ങനെ പറയണ്ട. ഇവിടെ തേങ്ങ ആട്ടം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ എന്നെ ആട്ടി വിട്ടവനാണ്. ചെയ്യുന്ന ഉത്സാഹം കണ്ടില്ലയോ? എടാ ഈ 3 പേർക്ക് പോകുന്നതിന് എന്തിനാടാ ഇനോ? ചെറിയ വണ്ടി വല്ലതും വിളിച്ചാ പോരെ? എടാ നിനക്കറിയാലോ അമ്മയുടെ ആങ്ങളുടെ മോന്റെ കല്യാണമാ, അതുകൊണ്ടാ. ഞാൻ ഒപ്പിച്ചു കൊടുക്കാം. പിന്നെ നീ തന്നെ ഡ്രൈവറായിട്ട് പോണേ? എടാ അതും ഞാൻ തന്നെ പോണോ? എടാ നീ തന്നെ പോണം, അവർക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, അതുകൊണ്ടാ. എടാ അമ്മോ, അമ്മയുടെ ആ ചിട്ടി അടിച്ച പൈസ ഇങ്ങോട്ട് തന്നെ അമ്മേ. നമ്മുടെ അനിയൻ കുഞ്ഞിന് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി നാളെ അവർക്ക് ചിട്ടിയുണ്ട്, അതുകൊണ്ടാ. അവൻ അയച്ചു തരും അമ്മേ, അയച്ചു തരുമ്പോ അമ്മയ്ക്ക് അങ്ങ് തന്നേക്കാം. എടാ പെങ്ങള് ഗർഭിണിയാന്ന് നിനക്കറിയാലോ, അവക്ക് ഒരാഗ്രഹം പൊറോട്ടയും ബീഫും തിന്നണോ, നീ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാവോ? എടാ എഴുത്താണിക്കട ഇല്ലയോ, അവിടുന്ന് വാങ്ങിച്ചോണ്ട് കൊടുക്കണേ, അത് കഴിക്കാൻ ഒരു ആഗ്രഹമൊക്കെ. എന്റെ പൊന്നളിയ എഴുത്താണിക്കണമെന്ന് പറയാൻ 10-30 കിലോമീറ്റർ അപ്പുറം. എടാ അത് മാത്രല്ല, സമയം ഇപ്പൊ 10 മണിയായടാ. അത് മാത്രല്ല, അതിന്റെ ഉത്തരവാദിയായ നിന്റെ അളിയനെന്തി അങ്ങനെ പറഞ്ഞൂറാ. എടാ അവനൊന്നും ബോധമൊന്നുമില്ല, നീ ഒന്ന് പോയിട്ട് വേടാ. പോയിട്ട് വരാം. വരണേ, പെട്ടെന്ന് വരണേ. ഒന്ന് ഒരുങ്ങട്ടാ. അമ്മയ്ക്ക് തീരെ വയ്യാടാ. ഇത് കുഴപ്പമില്ല, 100 ഡിഗ്രി ചൂടേ ഉള്ളു. ഷിയാസിന്റെ അമ്മയ്ക്ക് തലവർക്കം കിടുകിടുക്കും. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, താഴെ വീഴും. അമ്മ അവിടെ ഇരിക്കും, അത് രാവിലെ ഉണ്ടോ? ചാവുന്നതിന് മുമ്പ് വരുവോടാ? ചോറുണ്ണാൻ സമയമില്ല, അപ്പിയിട്ട കഴിവാനും സമയമില്ല. അതേപോലെ തിരക്കാ. പിണറായി വിജയനില്ല ഇത്രയും തിരക്ക്. നീ നാട്ടിൽ വരുവാന്നോ? 2 ദിവസത്തെ ലീവാ. കൊള്ളാലോ, അടിച്ചു പൊളിക്കണമല്ലോ. നീ പെട്ടെന്ന് വാടാ, 2 മാസം തകർക്കാം. നിങ്ങൾ വിചാരിക്കും അനിയൻ കുഞ്ഞ് ഗൾഫിൽ നിന്ന് വരുവായോണ്ട് അവന്റെ വീട്ടിലെ ജോലിയല്ലേ ഇനി അവൻ നോക്കുമെന്ന്. ഈ മൊണ്ണാനാ നോക്കുന്നത്. എടാ നീ ഇത് എവിടാ? ഞാൻ നാട്ടെ പാർക്കിങ്ങിലുണ്ടാ. എടാ വഴിയോര കടയിൽ നിന്ന് പൊറോട്ടയും ബീഫും വാങ്ങിച്ചോടാ. അതൊക്കെ മേടിക്കാം, നീ ഇങ്ങോട്ട് വാ ഒന്ന്. ഓക്കെടാ, ഞാൻ നാളെ എത്തിയടാ. അളിയാ ഇവിടുന്ന് പോയിട്ടല്ലല്ലോടാ, കോട്ട് സൂട്ട് എന്താ വേണം? എടാ കല്യാണാലോചനയൊക്കെ വരുന്നില്ലയോ, നാട്ടുകാരൊക്കെ ഒന്ന് വിചാരിക്കട്ടെ ഇച്ചിരി റിച്ച് ആണെന്ന്. ഇതിച്ചിരി കൂടുതലാ റിച്ച്. കുഴപ്പമില്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. നിനക്കില്ല കപ്പയും മീൻകറിയൊക്കെ വേണോന്ന് പറയും. വാ ഇങ്ങോട്ട്. സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ ഡിക്കി കെട്ട്. വയറ നിറഞ്ഞ മീൻകറിയുടെ മണം എപ്പോഴും പോയിട്ടില്ല. ഓക്കെ, പിന്നെ മറ്റന്നാളിൽ ഒരു പെണ്ണ് കാണലുണ്ട്, തുമ്പോണ്. പിന്നെ നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് 2 പേർക്കും വേണം പോവാന്. അങ്ങനെ അളിയനും പെണ്ണ് കിട്ടി. അല്ല, മോൻ ഗൾഫിൽ എന്തോ ജോലിയായിരുന്നാ പറഞ്ഞേ? അച്ഛാ അവൻ ഗൾഫിൽ എഞ്ചിനീയറാ. ഇല്ലടാ, മാസം 1-2 ലക്ഷം രൂപ കിട്ടും. ഓ, ഈ ഇടയ്ക്കല്ലേ വീട് വെച്ച്? ആണെച്ചാ ഈ ഇടയ്ക്ക് വസ്തു മേടിച്ചിട്ട് വെച്ചതാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. ഞാൻ കണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ടാ വീട് പണിഞ്ഞേക്കുന്നത്. മോൻ ലീവിന് വന്നപ്പോ നിർത്തി പണിയിപ്പിച്ചായിരുന്നു. അത് പിന്നെ അമ്മയുടെ ആങ്ങളമാരുണ്ടായിരുന്നു, അവരാ എല്ലാം ചെയ്തത്. അടിയോ വാർപ്പാ. എടാ ഇതുവരെ നിന്റെ വീടിന്റെ പണി ആരാ നോക്കി നടത്തിയത്? ഞാൻ ഇല്ലയോ? അതും കൃത്യമായിട്ട് നടത്തും. പിന്നെ അളിയാ ഞാൻ വൈകിട്ട് നിലമ്പൂർ വരെ പോവാ. ആ തടി ഒന്ന് നോക്കണം നിന്റെ വീടിന്റെ. അത് പന്നത്തടി അമ്മമാര് കൊണ്ടുവന്നത്. മോളെ ആ ചായ ഇങ്ങെടുക്ക്.
ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അല്ല ഈ കൂട്ടുകാരൻ എന്തോ പരിപാടി? ഓ അവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ വായി നോക്കി നടക്കുക. അതങ്ങനെ മോനെ, നാട്ടിൽ കുറെ എണ്ണം കാണും ഇങ്ങനെ ജോലിക്കും കൂലിക്കും ഒന്നും പോലെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. അതെ അച്ഛാ, ഞാൻ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലിക്ക് കയറിയായിരുന്നു. മോനെ ഇതുപോലുള്ളതിനൊക്കെ കൂടെ കൊണ്ട് നടന്നതുകൊണ്ടല്ലോ വേറെ വീട്ടിലൊക്കെ ചെന്ന് കയറുമ്പോഴേ നിന്റെ വിലയും കൂടെ പോകുന്നത്, അത് മനസ്സിലാക്കും. അല്ല വെറുതെ വായി നോക്കി നടക്കുമെന്നല്ല, വീട്ടിലെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോഴേ ഞാൻ കുറച്ച് കൈമണിയൊക്കെ കൊടുക്കും. അത് കണ്ടപ്പോഴേ തോന്നി നിന്റെ തടിയായിരിക്കുന്നതെന്ന്. ഇവിടെ ഒരു കോൾ വരുന്നു. മോനെ കൊച്ചുമായിട്ടൊന്ന് സംസാരിക്കും. പറയടാ. എനിക്ക് ഒരു വേക്കൻസി വന്നു ദുബായിലോട്ട്. അപ്പം തൽക്കാലം നീ കയറിപ്പോ, നിന്റെ വീട്ടിലെ പ്രാരാബ്ദവും കടങ്ങളും ഒക്കെ ഉള്ളത്. അതെന്താടാ? നീ കയറിപ്പോടാ, കയറിപ്പോയിട്ട് നീ സെറ്റായിട്ട് എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോയാൽ മതി. ഓക്കെ ആണെങ്കിൽ കയറിപ്പോടാ. ശരിയടാ. കണ്ണെന്താ ഓടി കാണാടാ. എടാ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടെ, എല്ലാം സെറ്റ് ആയായിരുന്നു. അടുത്ത ആഴ്ച വീട്ടുകാരെ കൊണ്ടൊന്ന് വരണം, ഞാൻ കാണത്തില്ലേ, എംബസി വരെ ഒന്ന് പോകണം. എടാ നീ വേണം അവരെ എല്ലാം കൊണ്ടുവരാന്. എടോ വാ, വണ്ടി എടുക്കും പോ. ആ പോട്ടെ, കരയണ്ട. നിന്റെ അച്ഛന് ഇതേ സ്വഭാവമായിരുന്നു, ഭയങ്കര സഹായിയായിരുന്നു. ഇടയ്ക്ക് വെച്ച് അതങ്ങ് നിന്ന്. എങ്ങനാ അമ്മ? അങ്ങേര് ചെത്തപ്പോ അതങ്ങ് നിന്നു, അല്ലാതെങ്ങനെ? ഞങ്ങളൊക്കെ എന്തേലും കാര്യത്തിന് വിളിക്കുമ്പോ വരാൻ വയ്യായിരുന്നല്ലോ, ഇപ്പൊ എന്തോ ആയി? ഒരാളി അങ്ങനല്ലടാ, ഞാനിതൊക്കെ ചെയ്തു കൊടുത്തപ്പോഴേ ഞാൻ വിചാരിച്ച അവരെയൊക്കെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്ന്. ഇന്നെനിക്ക് മനസ്സിലായി എനിക്ക് വെറും പട്ടിയുടെ വിലയാണ്. നിനക്കറിയാവടാ, ഞാൻ ഒരുത്തം കാരണമാടാ അവന്മാർ മൂന്ന് ഗൾഫിൽ മനസമാനത്തോടെ നിൽക്കുന്നത്. ചില ദിവസമൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ലടാ അവന്മാരുടെ കാര്യത്തിന് വേണ്ടി കൂടി. എന്നിട്ട് അവൻ പറയാടാ എനിക്ക് പൈസ തരുമെന്ന്. എടാ ആ പൈസ മേടിച്ചാൽ തന്നെ ഉണ്ടല്ലോടാ, ഞാൻ അവരുടെ വീട്ടിൽ തന്നെ ചിലവാക്കോടാ. ആ പിള്ളേർക്ക് ഞാൻ മേടിച്ചെന്തെങ്കിലും കൊടുക്കും. ആ വരുവാടാ, അങ്ങോട്ട് വരുവാ, ഞാൻ മേടിച്ചോണ്ട് വരാം. എവിടെ പോവാ? ആ പെൺവീട്ടുകാരെ നമ്മുടെ അനിയൻകുഞ്ഞിൻ്റെ വീട്ടിലോട്ട് വന്നടാ. അവർക്ക് കുറച്ച് അച്ചപ്പോ അവലും ഏതാണ്ടൊക്കെ മേടിക്കണം, അത് മേടിക്കാൻ പോയിട്ട് ഞാൻ വരാം. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് നിവരത്തില്ലെന്ന് പറയുന്ന സത്യം. ശരി സാറേ. എന്താടാ? എടാ എന്റെ ഗൾഫിലെ ജോലി ചെറുതായിട്ടൊന്ന് പോയി. എടാ നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഗൾഫിലോട്ട് കയറ്റി വിടുന്നവര്? ഞാൻ പോയിട്ട് നോക്കാം. അല്ല നീ എവിടെ പോവാ? നിനക്ക് മാത്രം പോയാൽ മതിയാ മോനെ. എനിക്ക് ദുബായിലൊരു ചെറിയ ജോലി റെഡിയായി. അപ്പം മറ്റന്നാൾ ഞാനങ്ങ് പോവാ. ഇതെന്ത് വിസയുടെ ലെറ്റർ വല്ലാന്നോ? വിസയുടെ ലെറ്റർ അല്ല, നിനക്കുള്ളൊരു ലെറ്ററാ. തിങ്കളാഴ്ച രാവിലെ അമ്മ ആശുപത്രി കൊണ്ടുപോകണം, ഉച്ചയ്ക്ക് വിളിച്ചോണ്ട് വരണം, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പശുവിനെ കുളിപ്പിക്കണം, ബുധനാഴ്ച കുത്തിവെപ്പിന് കൊണ്ടുപോകണം, ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും പാല് മേടിച്ചോണ്ട് വരണം. അതെന്താടാ ഞായറാഴ്ച എനിക്ക് റെസ്റ്റ് ആണോ? അതുകൊണ്ടല്ലടാ, ഞായറാഴ്ച അമ്മ ഇവിടങ്ങളിലുള്ള എല്ലാ അമ്പലങ്ങളിലും ഒന്ന് കൊണ്ടുപോകണം. പോകുന്ന വഴിക്ക് ഒരു ചായ മേടിച്ചു കൊടുത്താൽ മതി. കൊണ്ടുവിടാൻ നീ വരണം അളിയാ. ക്രിസ്റ്റ തന്നെ വിളിച്ചോണം, പെട്ടിയൊക്കെ ചുമക്കാനുള്ള. ഓക്കെ ബൈ.